പക്ഷേ തോറ്റ് തുന്നം പാടിയിട്ടും പ്രതിപക്ഷത്തായിട്ടും MLA-മാരുടെ എണ്ണമൊക്കെ കുറഞ്ഞിട്ടും പിണറായി വിജയന്റെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും കുറവില്ല. മോൾ ഏത് സമയം വേണമെങ്കിലും ജയിലിലേക്ക് പോകാം എന്ന രീതിയിൽ, ഒപ്പം പിന്നാലെ അച്ഛനും പോകാം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴും ഇന്ന് മാധ്യമങ്ങളോട് പറയുകയാണ്, വീണയുടെ ലോക്കർ പരിശോധിക്കുമ്പോൾ അതിന്റെ കാര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ പറയുകയാണ്, മൈക്കും കൊണ്ട് പിന്നാലെ അവിടെ ചെല്ലുമ്പോൾ കാണാം വിസ്മയം. അതായത് ഒരു പുച്ഛഭാവത്തോടെ അഹങ്കാരത്തോടെ മാറ്റേണ്ടതൊക്കെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്, ഇനി നീയൊക്കെ അവിടെ എങ്ങനെ പരിശോധിച്ചാലും ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന ധൈര്യമാണോ? അതാവണം, തീർച്ചയായിട്ടും അത് ആ ധൈര്യമാവണം. പക്ഷേ പിണറായി വിജയന്റെ എല്ലാ ധൈര്യവും സമീപകാലത്ത് നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്, പരാജയപ്പെടുന്നത്. പിണറായി വിജയന്റെ ഏറ്റവും വലിയ ധൈര്യം എന്തായിരുന്നു? മകളായിരുന്നു ഏറ്റവും വലിയ ധൈര്യം. അല്ല, മകളുടെ ധൈര്യം എന്നതിലേറെ അദ്ദേഹത്തെ ആരും ചോദ്യം ചെയ്യില്ല. പ്രത്യേകിച്ച് പാർട്ടി അടിമകളെ പോലെ, കുഞ്ഞാടുകളെ പോലെ അദ്ദേഹത്തിന്റെ കാൽക്കീഴിൽ നിൽക്കും. തിരുവായ്ക്കെതിർവായില്ല. അത് മാറിയില്ലേ? ഇയാൾ ചെല്ലുന്നിടത്ത് മുഴുവനും പൊതുയോഗങ്ങളിലാവട്ടെ, ഇയാൾ പങ്കെടുക്കുന്ന പാർട്ടി പരിപാടികളിലാവട്ടെ, പാർട്ടി റിപ്പോർട്ടിങ്ങിലാവട്ടെ, പരസ്യമായ വെല്ലുവിളിയല്ലേ അയാൾക്ക് നേരെ, ആക്ഷേപമല്ലേ. ഇയാളുടെ മുഖം കണ്ടാൽ ഇനി ഈ പാർട്ടി രക്ഷപ്പെടില്ല എന്ന് പരസ്യമായിട്ട് പറയാൻ തുടങ്ങിയില്ലേ. അപ്പോൾ പിണറായി വിജയന്റെ അഹങ്കാരം ഇനിയും ശമിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം ഇനി നന്നാവുന്ന യാതൊരു അടയാളവും ഇല്ല എന്നതിൻ്റെ അർത്ഥം. പിണറായി വിജയന്റെ പേര് കണ്ടുകൊണ്ടാണ്, അത് ജനങ്ങൾ പറഞ്ഞാണ്, കൃത്യമായിട്ട് പറഞ്ഞാണ്, പിണറായി വിജയനെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ തോൽപ്പിച്ചത്. പിണറായി വിജയനും കുടുംബവും കാണിച്ചു കൂട്ടിയ അഹങ്കാരം, അതിന് കൂട്ടി നിന്ന MV ഗോവിന്ദന്റെ മണ്ടത്തരം, അതിന് റാൻ മൂളിയ അഖിലേന്ത്യാ സെക്രട്ടറി ബേബിയുടെ കപടനാട്യം, ഇത് 3 കാര്യങ്ങളാണല്ലോ തോറ്റത്. അതുകൊണ്ട് പിണറായി വിജയന്റെ അഹങ്കാരം ഇനി അവശേഷിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോ ഈ തോറ്റാൽ തോന്നുന്ന ജൽപ്പനം ഉണ്ടല്ലോ, എല്ലാം കൈവിട്ട് പോകുമ്പോൾ അങ്ങോട്ട് ചെല്ല്, ഇനി അതും കൂടി ചെല്ലെന്ന് പറഞ്ഞില്ലേ, അത് ചെല്ലുന്നത് അത്രയേ ഉള്ളൂ. ഇത് ഒരു കാര്യം വളരെ തീർച്ചയാണ്. ഇപ്പൊ ലോക്കർ തുറന്ന് പരിശോധിക്കാൻ ED തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലോക്കറിൽ സാധാരണ രീതിയിൽ എന്താ ഉള്ളത് എന്ന് ഇവരുടെ കയ്യിൽ കണക്കുണ്ടാവും. ലോക്കറിൽ എന്താ ഉണ്ടാവുക? നമ്മുടെ വിലപ്പെട്ട എന്തെങ്കിലും സ്വർണോ ഒക്കെ ഉണ്ടെങ്കിൽ ലോക്കറിൽ കൊണ്ടുവെക്കും. ചില വിൽപ്പത്രങ്ങൾ, ആധാരങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവെക്കും. ഇത് സ്വാഭാവികമായിട്ട് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? പിണറായി വിജയനും വീണ വിജയനുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ റെയ്ഡ് നടത്തിയപ്പോൾ ആ റെയ്ഡ് നടത്തുമെന്ന വിവരം സ്വാഭാവികമായിട്ടും സാധാരണഗതിയിൽ നേരത്തെ കിട്ടും. ഇപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ റെയ്ഡിലൊന്നും കാര്യമായൊന്നും കിട്ടിയില്ല എന്ന് ഇവർ പറഞ്ഞു നടക്കുന്നത്. ഇവർക്ക് ആവശ്യമുള്ളത്, EDക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ആവശ്യമുള്ള രേഖകൾ ലോക്കറിലേക്ക് മാറ്റിയിട്ടുണ്ടാവണം. അതൊരു പക്ഷേ ഈ ചോദ്യം ചെയ്യലിനിടയിൽ ആ കുട്ടി പറഞ്ഞിട്ടുണ്ടാവും. ഉത്തരം പറയേണ്ടി വരുമല്ലോ. അതുകൊണ്ടായിരിക്കണം പെട്ടെന്ന്. അപ്പോൾ ഈ കിട്ടുന്ന രേഖകൾ, വിസ്മയം എന്നൊക്കെ ഇയാൾ പരിഹസിച്ചോട്ടെ, പക്ഷെ അതിനകത്ത് ഇവർക്ക് വേണ്ട വിസ്മയങ്ങളുണ്ടാവും. ആ കേസ് അങ്ങനെ വന്നാൽ എത്താൻ പോകുന്ന എങ്ങോട്ടാ? ഈ കേസ് യഥാർത്ഥത്തിൽ എന്താണ്? യഥാർത്ഥത്തിൽ ഇതിൽ ഈ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന കുട്ടി അല്ലെങ്കിൽ യുവതി, അവരെ ഒരു മാപ്പ് സാക്ഷിയാക്കാനുള്ള വകുപ്പല്ലേ ഉള്ളൂ. അവർക്ക് സ്വന്തമായിട്ടൊരു IT വ്യവസായം തുടങ്ങാനുള്ള വല്ല ശേഷിയുണ്ടോ? അവർക്ക് അതിനുള്ള വരുമാനമുണ്ടോ? അമ്മയുടെ പെൻഷൻ പണം എന്നൊക്കെ പറഞ്ഞു എന്നല്ലാതെ അതുകൊണ്ടൊക്കെ തുടങ്ങാൻ പറ്റിയ ഏർപ്പാടാണോ അത്? ഇനി അങ്ങനെ തുടങ്ങിയാൽ തന്നെ അതിൻ്റെ വരവ് എത്രയാണ്? ഇനി കണക്കിൽ വന്ന വരുമാനം, അവരെന്ത് ബിസിനസ് ചെയ്തു, എന്തായിരുന്നു വരവ് ചെലവ്, അത് അല്ലല്ലോ ചർച്ച. എന്താ? ഒരു സേവനവും ചെയ്യാതെ ആ കമ്പനിക്ക് വരുമാനം വന്നു. സേവനം കിട്ടാതെ അല്ലെങ്കിൽ പ്രതിഫലം കിട്ടാതെ ഏതെങ്കിലും കമ്പനി മുതലാളി വെറുതെ കാശ് കൊടുക്കും? പ്രത്യേകിച്ച് കരിമണൽ കർത്താവിൻ്റെ ഏർപ്പാട് എന്താ? ഈ രാജ്യത്ത് സുരക്ഷാ പ്രാധാന്യമുള്ള, ദേശീയ പ്രാധാന്യമുള്ള മണൽ എന്ന് വെച്ചാൽ അപൂർവമായ ലവണങ്ങൾ അടങ്ങിയ ഈ കരിമണൽ എന്ന് പറയുന്നത്, അതിനകത്തെ കറുത്ത അംശം ഇൽമനൈറ്റ്, മോണോസൈറ്റ് തുടങ്ങിയ ലോഹങ്ങളാണ്. ആ ലോഹങ്ങളെ വേർതിരിച്ചെടുക്കുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ആണവ ബോംബ് വരെ ഉണ്ടാക്കുന്ന തോറിയം ഉൾപ്പെടെയുള്ള മൂലകങ്ങൾ. അപ്പോൾ അതിന് ദേശീയ പ്രാധാന്യമുണ്ട്. പിണറായി വിജയൻ ഭരിച്ച കാലത്ത്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്ന കാലത്ത് ഈ കമ്പനിക്ക് കിട്ടിയ സേവനം എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അത് വീണ തൈക്കണ്ടിക്ക് ചെയ്യാൻ പറ്റിയ സേവനമല്ല. വീണ തൈക്കണ്ടിയുടെ IT കമ്പനിയിൽ എക്സൽ ഷീറ്റ് വെച്ച് ചെയ്യാൻ ഒന്നും അതിനകത്തില്ല. IT കമ്പനിക്ക് സോഫ്റ്റ്വെയർ അവരുടെ കയ്യിലുണ്ടോ? ഇല്ല. IT കമ്പനിക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സേവനമല്ല അത്. ഇവർ പറയുന്ന ഈ എക്സാലോജിക് എന്ന് പറയുന്ന കടലാസ് കമ്പനി, അവർ ഓഫർ ചെയ്യുന്ന ഒരു സേവനവും ഈ കമ്പനിക്ക് ആവശ്യമില്ല.
അപ്പോൾ ഇങ്ങനെ എന്തിനായിരിക്കും കൊടുത്തത്? 2-3 കാര്യങ്ങളാണ്. ഈ കമ്പനിയുടെ പ്രത്യേകത എന്താ? ഒന്ന്, കേന്ദ്ര ഗവൺമെൻറ് ശക്തമായൊരു നിയമം നിലനിൽക്കുന്നുണ്ട്. 2019 മുതൽ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടാക്കിയതാണ്. നമ്മുടെ കടൽ തീരത്തെ വിലയേറിയ മണൽ, പ്രത്യേകിച്ച് സുരക്ഷാ പ്രാധാന്യമുള്ള ആറ്റം ബോംബ് വരെ നിർമ്മിക്കാൻ പറ്റിയ മണൽ, ധാതു ലവണങ്ങൾ അടങ്ങിയ മണൽ വാരിയെടുക്കാനോ സംസ്കരിക്കാനോ കയറ്റി അയക്കാനോ കർശനമായ വിലക്കുകളും നിയന്ത്രണങ്ങളും ഉള്ളൊരു നിയമം വന്നു 2019. 2019 തന്നെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ആ ഉത്തരവ് കിട്ടി. 2019 വന്ന ഉത്തരവ് 5 കൊല്ലം പൂഴ്ത്തിവെച്ചു. ഇതൊക്കെയാണ് ഇ ഡി കണ്ടെത്തിയത്. 5 കൊല്ലം പൂഴ്ത്തിവെച്ചു പറഞ്ഞാൽ എന്താ? 5 കൊല്ലം ശശിധരൻ കർത്താവിന് നിർബാധം ഈ മണൽ ഊറ്റിയെടുക്കാനുള്ള അവസരം കൊടുത്തു, കയറ്റി അയക്കാനുള്ള അവസരം കൊടുത്തു. അതിൽ ഈ കമ്പനി ആരുടേതായ യഥാർത്ഥത്തിൽ? പബ്ലിക് ലിമിറ്റഡ്. ആലോചിച്ച് നോക്കൂ, പൊതുജനങ്ങളിൽ നിന്ന് ഷെയർ പിരിച്ചിട്ടുണ്ട് ആ കമ്പനി. 2, KSIDC എന്ന കേരളത്തിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനത്തിന് ഷെയർ ഉണ്ട് ആ കമ്പനിയിൽ. ബാക്കി ഷെയർ മാത്രമാണ് ഇയാൾക്കും ഭാര്യയ്ക്കും ഉള്ളത്. അപ്പോൾ അയാൾക്ക് ചെറിയ പങ്ക് മാത്രമുള്ളൊരു കമ്പനിയാണ്, പൊതുജനങ്ങളുടെ കമ്പനിയാണ്. ആ കമ്പനി കേന്ദ്രം പാസാക്കിയ ഒരു നിയമത്തെ മറികടന്ന് ആ നിയമം പൂഴ്ത്തിവെച്ച് അത് നടപ്പാക്കേണ്ട കേരള സർക്കാർ അദ്ദേഹത്തിന് കൂട്ടുനിന്ന് കൊടുത്തു. ആര്? പിണറായി വിജയൻ കൂട്ടുനിന്ന് കൊടുത്തു. സേവനം ചെറുതാണോ? 1. 2, കരിമണൽ കമ്പനി നടത്താൻ ഏറ്റവും കൂടുതൽ തടസ്സം ആരായിരിക്കും എന്നറിയോ? മലിനീകരണ നിയന്ത്രണ വകുപ്പായിരിക്കും, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. കേരള ചരിത്രത്തിൽ ആദ്യം ഒരാൾ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. എന്താണെന്നറിയോ? വ്യവസായ മന്ത്രിയുടെ കയ്യിലിരിക്കുന്ന വകുപ്പാണ്. ആദ്യം എളമരം കരീമിന്റെ കയ്യിൽ, രണ്ടാമത് P രാജീവിന്റെ കയ്യിൽ ആയിരുന്നല്ലോ. ആദ്യത്തെ 5 കൊല്ലം, രണ്ടാമത്തെ 5 കൊല്ലം. ഈ 10 കൊല്ലവും കേരള ചരിത്രത്തിൽ ആദ്യമായി വ്യവസായ മന്ത്രിയുടെ കയ്യിലിരിക്കേണ്ട പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുഖ്യമന്ത്രി പ്രത്യേകമായ താല്പര്യമെടുത്ത് ആ വകുപ്പിൽ നിന്ന് മുറിച്ചു മാറ്റി കയ്യിൽ വെച്ചു. പിണറായി വിജയൻ ഭരിക്കുമ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നാണ് വഴിവിട്ട ആനുകൂല്യങ്ങൾ, അനുമതി പത്രങ്ങൾ കർത്താവിൻ്റെ കരിമണൽ കമ്പനിക്ക് കിട്ടിയത്. ആരാ സേവനം ചെയ്തത്? പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയാണ് സേവനം ചെയ്തത്. അപ്പോൾ പ്രതിഫലം ആർക്കായിരിക്കും കൊടുക്കേണ്ടി വരിക? മുഖ്യമന്ത്രിക്ക് പ്രതിഫലം കൊടുക്കണം. മുഖ്യമന്ത്രി നേരിട്ട് പ്രതിഫലം വാങ്ങിയാൽ അത് കൈക്കൂലിയാണ്, നഗ്നമായ അഴിമതിയാണ്. അത് ലോകായുക്തയിൽ പോലും നേരിട്ട് വരും. അതിന് കണ്ടെത്തിയ മാർഗമാണ്. പിണറായി വിജയൻ ഈ മാതിരി ഏർപ്പാട് പണ്ടും ചെയ്തിട്ടുണ്ട്. SNC ലാവലിൻ ഓർമ്മയില്ലേ? നമ്മുടെ അണക്കെട്ട് നന്നാക്കാൻ വേണ്ടി ഒരു കനേഡിയൻ കമ്പനിയെ ഏൽപ്പിച്ചപ്പോൾ ആ കമ്പനിയോട് കമ്മീഷൻ പറ്റാൻ വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കി. ഓർമ്മയുണ്ടോ? കമല എക്സ്പോർട്സ് നെറ്റായിരുന്നു അതിൻ്റെ പേര്. മദ്രാസ്, അന്ന് മദ്രാസിൽ പിണറായി വിജയന് യാതൊരു ബന്ധവുമില്ല. വെറും രാഷ്ട്രീയത്തിൽ ആദ്യത്തെ മന്ത്രിസ്ഥാനമാണ്, വൈദ്യുതി മന്ത്രി. അന്ന് കമലയുടെ പേരില്ല, ഭാര്യയുടെ പേരിൽ. ഇപ്പോൾ മോളുടെ പേരിൽ. അതുകൊണ്ട് ഈ കേസിൽ ഇപ്പോൾ ഇദ്ദേഹം എന്ത് പരിഹസിച്ചാലും അഹങ്കാരം ഇപ്പോഴും അടങ്ങിയിട്ടില്ലെങ്കിലും ആ കേസ് നേർവഴിക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരൊറ്റ ഉത്തരം, അവസാനത്തെ ഉത്തരം വീണ വിജയൻ പറയും. അതെന്തായിരിക്കും? ഇപ്പം ഇതുവരെ പറഞ്ഞ ഉത്തരം നമ്മൾ വിചാരിക്കുന്നത് അവരറിഞ്ഞുകൊണ്ട് നുണ പറഞ്ഞു എന്നല്ലേ? എനിക്കറിയില്ല സാറേ, എന്തിനാണ് ഈ കാശ് വന്നത് എനിക്കറിയില്ല. എന്താണ് അവർക്ക് എൻ്റെ കമ്പനി എന്താണ് അവർക്ക് സേവനം ചെയ്തത് എനിക്കറിയില്ല സാറേ. അവളുടെ കമ്പനി ഒരു സേവനം ആ കമ്പനിക്ക് ചെയ്തിട്ടില്ല, ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ കാര്യം ഇപ്പോൾ അവസാനം എന്താ സംഭവിക്കുക? അവസാനത്തെ ആൻസർ, പിന്നെ ആരാണ് മോൾ ഇതൊക്കെ ചെയ്തത് എന്നൊരു ചോദ്യം ഇ ഡി ചോദിക്കും. ആർക്ക് വേണ്ടിയാണ് മോൾ ഈ കമ്പനി ഉണ്ടാക്കിയത്? ആർക്ക് വേണ്ടിയാണ് അതിൻ്റെ ഓണറായി ഒപ്പിട്ട് കൊടുത്തത്? ആർക്ക് വേണ്ടിയാണ് ഈ പണം സ്വീകരിച്ചത് എന്ന ഒരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ആ കുട്ടിക്ക് അവസാനം പറയേണ്ടി വരും. അത് പറഞ്ഞാൽ തീർന്നു. അത് പറഞ്ഞാൽ ഈ കുട്ടി ഒരു പക്ഷേ മാപ്പുസാക്ഷിയാകും, അല്ലെങ്കിൽ കൂട്ടുപ്രതിയാവുകയൊക്കെ ഉള്ളൂ, അല്ലെങ്കിൽ പ്രതിയുടെ സഹായിയായി തീരും. യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ് എന്നും പിണറായി വിജയൻ്റെ നഗ്നമായ അഴിമതിയാണ് കേരള ഗവൺമെൻറ്റിൻ്റെ പരാജയത്തിനിടയാക്കിയത് എന്നും അതുകൊണ്ട് തന്നെ ബംഗാൾ പോലെ കേരളത്തിൽ CPM ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായി തന്നെ തുടരുന്ന കാലത്തോളം, ഇദ്ദേഹത്തിൻ്റെ മുഖം കാണേണ്ടി വരുന്ന കാലത്തോളം ഈ പാർട്ടിയെ കേരളത്തിൽ എന്നേക്കുമായി ലിക്വിഡേറ്റ് ചെയ്തത്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പിണറായിയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത്. ആ പേരുള്ള അവിടെ ജനിച്ച ഒരാൾ തന്നെ ഇതിൻ്റെ അന്തകനായി മാറുന്നു എന്ന് ചരിത്രം സത്യസന്ധമായി എഴുതി വെക്കുമ്പോൾ ED അന്വേഷണം പൂർത്തിയാവും. അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പിണറായി വിജയനെ എൻ്റെ അഹങ്കാരം ഇനിയെങ്കിലും അവസാനിച്ചില്ലെങ്കിൽ EDയും
പൊതുജനം ഇപ്പോൾ അത് അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പാർട്ടിക്കാർ തകർത്തുകൊണ്ടിരിക്കുന്നുണ്ട്.